ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. കഴിഞ്ഞ ദിവസം നടന്ന മാട്രൺ ലിഫ്റ്റ് ഓപ്പറേറ്റർ ഫോട്ടോഗ്രാഫർ എക്സാമിൻ്റെ മലയാളം വ്യാകരണത്തിലെ 10 ചോദ്യങ്ങൾ ആണ് ഇന്നിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായി എഴുതിയ വാക്കേത്? അഗാധം, വൃശ്ചികം, വിദ്വാൻ, ശ്രേഷ്ഠം. ഇവിടെ ശരിയായിട്ട് എഴുതിയിരിക്കുന്ന വാക്ക് ഓപ്ഷൻ ഡി, ശ്രേഷ്ഠമാണ്. ശ്രേഷ്ഠം, ഇതാണ് ശരിയായി എഴുതിയിരിക്കുന്ന വാക്ക്. ബാക്കിയുള്ള വാക്കുകൾ കറക്റ്റ് ചെയ്ത് പറയാം. അഗാധമാണ് കറക്റ്റ്. അഗാധം. വൃശ്ചികം ആണ് കറക്റ്റ്. വൃശ്ചികം. വിദ്വാൻ. വിദ്വാനാണ് കറക്റ്റ്. അപ്പോൾ ഇവിടെ ശരിയായി എഴുതിയിരിക്കുന്ന വാക്ക് ശ്രേഷ്ഠം. അഗാധം, വൃശ്ചികം, വിദ്വാൻ, ഇങ്ങനെയാണ് കറക്റ്റായിട്ട് വരേണ്ടത്. അടുത്ത ചോദ്യം, മയിൽ എന്ന പദത്തിൻ്റെ പര്യായ പദം അല്ലാത്തതേത്? ഓപ്ഷൻ സി, കീരം. മയിൽ എന്ന പദത്തിൻ്റെ പര്യായ പദം അല്ലാത്തത് കീരം. കീരം എന്ന് വെച്ചാൽ തത്തയാണ്. കീരം, തത്ത. മയിലിൻ്റെ പര്യായ പദങ്ങളാണ് മയിൽ, ബർഹി, ശിഖി, കേക്കി, മയൂരം. മയിലിൻ്റെ പര്യായ പദങ്ങൾ ബർഹി, ശിഖി, കേക്കി, മയൂരം. തത്ത. തത്തയുടെ പര്യായ പദങ്ങളാണ് കീരം, ശുകം, ശാരിക. ഓർത്തു വെച്ചോണം, തത്തയുടെ പര്യായ പദങ്ങൾ കീരം, ശുകം, ശാരിക. ഒന്നുകൂടെ പറയാം. മയിലിൻ്റെ പര്യായ പദങ്ങൾ ബർഹി, ശിഖി, കേക്കി, മയൂരം. തത്തയുടെ പര്യായ പദങ്ങൾ കീരം, ശുകം, ശാരിക. അടുത്ത ചോദ്യം, തെറ്റായ അർത്ഥമുള്ള ജോഡി കണ്ടെത്തുക. ഭ്രമരം, വണ്ട്, നവനീതം, പ്രാവ്, പരപൃഥം, കുയില്, നളിനം, താമര. ഓപ്ഷൻ ബി ആണ് തെറ്റായ അർത്ഥമുള്ള ജോഡി. നവനീതം, പ്രാവ്. നവനീതം എന്നതിൻ്റെ അർത്ഥം വെണ്ണ എന്നാണ്. നവനീതം അർത്ഥം വെണ്ണയാണ്. വെണ്ണ. അപ്പം എല്ലാം ഒന്നുകൂടി പറയാം. ഭ്രമരം അർത്ഥം വണ്ട്, നവനീതം അർത്ഥം വെണ്ണ, പരപൃഥം അർത്ഥം കുയില്, നളിനം അർത്ഥം താമര. ഭ്രമരം, വണ്ട്, നവനീതം, വെണ്ണ, പരപൃഥം, കുയില്, നളിനം, താമര. അടുത്ത ചോദ്യം, ജഗന്നാഥൻ പിരിച്ചെഴുതിയാൽ ജഗൻ പ്ലസ് നാഥൻ, ജഗത് പ്ലസ് നാഥൻ, ജഗ പ്ലസ് നാഥൻ, ജഗന പ്ലസ് നാഥൻ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ജഗത് പ്ലസ് നാഥൻ. ജഗന്നാഥൻ പിരിച്ചെഴുതിയാൽ ജഗത് പ്ലസ് നാഥൻ. ജഗന്നാഥൻ, ജഗത് പ്ലസ് നാഥൻ. അടുത്ത ചോദ്യം,
കഷ്ടപ്പെടുത്തുക എന്നർത്ഥം വരുന്ന ശൈലി ഏത്? ഓപ്ഷൻ എ ശതകം ചൊല്ലിക്കുക. കഷ്ടപ്പെടുത്തുക എന്നർത്ഥം വരുന്ന ശൈലി ശതകം ചൊല്ലിക്കുക. ബാക്കിയുള്ള ശൈലികളുടെയും കൂടെ അർത്ഥം പറയാം. ശിങ്കിടി പാടുക എന്ന ശൈലിയുടെ അർത്ഥം ഏറ്റുപാടുക. ചെണ്ട കൊട്ടിക്കുക എന്ന ശൈലിയുടെ അർത്ഥം പരിഹാസ്യനാക്കുക. മലമറിക്കുക എന്ന ശൈലിയുടെ അർത്ഥം അസാധ്യമായി തോന്നുന്ന ഒരു കാര്യം സാധ്യമാക്കുക. അതായത് വളരെ വലിയ വെല്ലുവിളി ഏറ്റെടുത്ത് അതിനെ വിജയകരമായി മറികടക്കുക. അപ്പോൾ ഒന്നുകൂടി പറയാം. കഷ്ടപ്പെടുത്തുക എന്നർത്ഥം വരുന്ന ശൈലി ശതകം ചൊല്ലിക്കുക. ശിങ്കിടി പാടുക എന്ന ശൈലിയുടെ അർത്ഥം ഏറ്റുപാടുക. ചെണ്ട കൊട്ടിക്കുക എന്ന ശൈലിയുടെ അർത്ഥം പരിഹാസ്യനാക്കുക. മലമറിക്കുക എന്ന ശൈലിയുടെ അർത്ഥം അസാധ്യമായി തോന്നുന്ന ഒരു കാര്യവും സാധ്യമാക്കുക. അതായത് വളരെ വലിയ വെല്ലുവിളി ഏറ്റെടുത്ത് അതിനെ വിജയകരമായി മറികടക്കുക. അടുത്ത ചോദ്യം, ഒറ്റപ്പദം കണ്ടെത്തുക. ന്യായശാസ്ത്രം പഠിച്ചവൻ. നൈദേശികൻ, നൈദാനികൻ, നൈയായികൻ, നൈരൈകൻ. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. നൈയായികൻ. ഒറ്റപ്പദം കണ്ടെത്തുക. ന്യായശാസ്ത്രം പഠിച്ചവൻ നൈയായികൻ. ന്യായശാസ്ത്രം പഠിച്ചവൻ. ഒറ്റപ്പദം നൈയായികൻ. ന്യായശാസ്ത്രം പഠിച്ചവൻ ഒറ്റപ്പദം നൈയായികൻ. അടുത്ത ചോദ്യം, നൃപ പ്ലസ് ഇന്ദ്രൻ ചേർത്തെഴുതിയാൽ. നൃപേന്ദ്രൻ, നൃപഈന്ദ്രൻ, നൃപീന്ദ്രൻ, നൃപഇന്ദ്രൻ. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. നൃപേന്ദ്രൻ. നൃപ പ്ലസ് ഇന്ദ്രൻ ചേർത്തെഴുതിയാൽ നൃപേന്ദ്രൻ. നൃപ പ്ലസ് ഇന്ദ്രൻ ചേർത്തെഴുതിയാൽ നൃപേന്ദ്രൻ. നൃപ പ്ലസ് ഇന്ദ്രൻ ചേർത്തെഴുതിയാൽ നൃപേന്ദ്രൻ. അടുത്ത ചോദ്യം, ശരിയായ പുല്ലിംഗ സ്ത്രീലിംഗ ജോഡി കണ്ടെത്തുക. ലേഖകൻ, ലേഖക, സിംഹം, സിംഹിക, സേവകൻ, സേവക, യവനൻ, യവനി. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. യവനൻ, യവനി. ശരിയായ പുല്ലിംഗ സ്ത്രീലിംഗ ജോഡി കണ്ടെത്തുക. യവനൻ, യവനി. ബാക്കിയുള്ള ഓപ്ഷൻസും കൂടി ഒന്ന് കറക്റ്റ് ചെയ്ത് പറയാം. ലേഖകൻ ലേഖികയാണ്. ലേഖകൻ. ലേഖിക. സിംഹം സിംഹിയാണ്. സിംഹം സിംഹി. സേവകൻ സേവിക. ഒന്നുകൂടെ പറയാം. ലേഖകൻ ലേഖിക, സിംഹം സിംഹി, സേവകൻ സേവിക. ഈ അടുത്ത നാളിൽ നടന്ന പരീക്ഷകളിലെല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ലേഖകൻ ലേഖിക. ഓർത്തു വെച്ചോണേ. ലേഖകൻ ലേഖിക ഈ റീസെൻ്റ്ലി നടന്ന എക്സാമിന് പല പ്രാവശ്യവും ചോദിച്ചിട്ടുണ്ടായിരുന്നു ലേഖകൻ എതിർലിംഗം എന്താന്ന്. ലേഖിക. അപ്പം ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ലേഖകൻ ലേഖിക, സിംഹം സിംഹി, സേവകൻ സേവിക, യവനൻ യവനി.
അടുത്ത ചോദ്യം, അധോമുഖൻ എന്ന പദത്തിൻ്റെ വിപരീത പദം ഏത്? ദുർമുഖൻ, ബഹിർമുഖൻ, സുമുഖൻ, ഉന്മുഖൻ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്, ഉന്മുഖൻ. അധോമുഖൻ എന്ന പദത്തിൻ്റെ വിപരീത പദം ഉന്മുഖൻ. ബാക്കിയുള്ള ഓപ്ഷൻസ് ഒന്ന് കറക്റ്റ് ചെയ്യാം. ദുർമുഖൻ വിപരീത പദം സുമുഖനാണ്. ദുർമുഖൻ വിപരീത പദം സുമുഖൻ. ദുർമുഖൻ വിപരീത പദം സുമുഖൻ. ബഹിർമുഖൻ വിപരീത പദം അന്തർമുഖനാണ്. ബഹിർമുഖൻ, അന്തർമുഖൻ. ബഹിർമുഖൻ വിപരീത പദം അന്തർമുഖൻ. അപ്പം അധോമുഖൻ വിപരീത പദം ഉന്മുഖൻ, ദുർമുഖൻ വിപരീത പദം സുമുഖൻ, ബഹിർമുഖൻ വിപരീത പദം അന്തർമുഖൻ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏത്? ഈ വസ്തുത പ്രത്യേകിച്ച് എടുത്തു പറയാൻ ഞങ്ങൾ തീരുമാനിച്ചു. സമ്മേളനത്തിൽ ഏകദേശം 2000-ഓളം പേർ പങ്കെടുത്തു. റോഡിൽ കാണുന്ന സീബ്ര വരകൾ പദയാത്രികർക്ക് വേണ്ടിയുള്ളതാണ്. ഉത്സവാഘോഷങ്ങൾ അതിര് കടക്കുകയും പരിധി ലംഘിക്കുകയും ചെയ്യരുത്. അപ്പോൾ ഇവിടെ ഏത് വാക്യമാണ് ശരിയെന്ന് നോക്കാം. ഈ വസ്തുത പ്രത്യേകിച്ച് എടുത്തു പറയാൻ ഞങ്ങൾ തീരുമാനിച്ചു. പ്രത്യേകിച്ച്, എടുത്ത്, ഈ രണ്ട് വാക്കുകൾക്ക് ഒരേ അർത്ഥമുള്ളത്. ഒരേ അർത്ഥമുള്ള വാക്കുകൾ ഒരു വാക്യത്തിൽ ആവശ്യമില്ല. അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ തെറ്റാണ്. സമ്മേളനത്തിൽ ഏകദേശം 2000-ഓളം പേർ പങ്കെടുത്തു. ഇവിടെ നോക്കിക്കേ, ഏകദേശം, ഓളം, ഇതിന് രണ്ടിനും ഒരേ അർത്ഥമുള്ളത്. അപ്പോൾ ഒരേ അർത്ഥമുള്ള വാക്കുകൾ ഒരു വാക്യത്തിൽ വേണ്ട. അപ്പം ഓപ്ഷൻ ബിയും തെറ്റാണ്. അടുത്തത്, റോഡിൽ കാണുന്ന സീബ്ര വരകൾ പദയാത്രികർക്ക് വേണ്ടിയുള്ളതാണ്. ഈ വാക്യത്തിൽ തെറ്റൊന്നും കാണുന്നില്ല. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. റോഡിൽ കാണുന്ന സീബ്ര വരകൾ പദയാത്രികർക്ക് വേണ്ടിയുള്ളതാണ്. ഇനി ഓപ്ഷൻ സി ആണ് കറക്റ്റ്. എന്നാലും ഓപ്ഷൻ ഡിയും കൂടെ ജസ്റ്റ് ഒന്ന് വെറുതെ നോക്കിയേക്കാം. ഉത്സവ ആഘോഷങ്ങൾ അതിര് കടക്കുകയും പരിധി ലംഘിക്കുകയും ചെയ്യരുത്. അതിര് കടക്കുക, പരിധി ലംഘിക്കുക, ഈ രണ്ട് വാക്കുകൾക്കും ഒരേ അർത്ഥമാണുള്ളത്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരു വാക്യത്തിൽ വേണ്ട. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഡിയും തെറ്റാണ്. അപ്പോൾ ഈ തന്നിരിക്കുന്നവയിൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഓക്കെ, നിങ്ങൾക്ക് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഈസി ആയിരുന്നോ? എനിക്ക് തോന്നുന്നത് മാത്സ്, മലയാളം, ഇംഗ്ലീഷ് ഈ 3 സെക്ഷൻ അത്യാവശ്യം നല്ല ഈസി ആയിരുന്നു. പക്ഷേ GK ആൻഡ് കറണ്ട് അഫയേഴ്സ് കുറച്ച് ടഫായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പം പ്രൊവിഷണൽ ആൻസർ കീ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ട് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നൊന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് എക്സാം എങ്ങനെ ഈസി ആയിരുന്നോ, ടഫ് ആയിരുന്നോ, അതോ മോഡറേറ്റ് ലെവലായിരുന്നോ എന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ ഈ എക്സാമിൻ്റെ മാത്സ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത വീഡിയോ ചാനലിലുണ്ട്. അപ്പോൾ നിങ്ങൾ അത് പോയി കണ്ട് അതെല്ലാം പഠിച്ചു വെച്ചോണം. ഇനിയുള്ള എക്സാമിന് അത് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഈ വീഡിയോയുടെ താഴെ ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.